കുറെ നാളായി മന്ദഗതിയിലായിരുന്ന കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർ നിയമനം ഇപ്പോൾ വീണ്ടും ഗൗരവത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. നേരത്തെ തന്നെ ചാൻസലർ എന്ന പദവിയിൽ ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഈ കാര്യത്തിൽ കുറെ നാളുകളായി ആശയപരമായും നിയമപരമായും സാങ്കേതികമായുമുള്ള ഏറ്റുമുട്ടലിലാണ്. അതിൻ്റെ ഫലമായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം 14ലധികം സർവകലാശാലകളിൽ ഏറിയ പങ്കിലും സ്ഥിരമായി വൈസ് ചാൻസലർമാർ ഇല്ല. ഭരണരംഗത്തെ കടുത്ത പ്രതിസന്ധിയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. നിരാധരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പഠിച്ച് പാസ്സായ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ പോലും സമയബന്ധിതമായി ഒപ്പിട്ട് കൊടുക്കുവാൻ വൈസ് ചാൻസലർ ഇല്ലാത്തതിൻ്റെ പേരിൽ നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഉപരിപഠനത്തിനുള്ള സൗകര്യവും ജോലി ലഭിക്കുന്നതിനുള്ള അവസരവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടും വേണ്ട രീതിയിൽ ഉത്തരവാദിത്തത്തോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുവാൻ നിലവിലുള്ള സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറും കാലോചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. രക്ഷകർത്താക്കളും ഈ കാര്യത്തിൽ വളരെ ഉത്കണ്ഠയുള്ളവരാണ്. എന്താണ് ഇതിനകത്ത് യഥാർത്ഥമായിട്ടുള്ള പ്രതിസന്ധി എന്ന് മനസ്സിലാക്കാതെ ഒരു തരത്തിൽ ഒരു ഈഗോ ക്ലാഷ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന രീതിയിലാണ് ചാൻസലർ കൂടിയായ ഗവർണറും അതോടൊപ്പം സർക്കാരും ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിരവധി കേസുകൾ കേരളത്തിലെ ഹൈക്കോടതി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായി സുപ്രീം കോടതിയിൽ വരെ കേസുകൾ കുറേയേറെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചില കേസുകൾ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ സർവകലാശാലകളെ സംബന്ധിച്ച് UGC അനുശാസിക്കുന്നത് സർവകലാശാലകൾ സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനങ്ങളാണ്. വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള നടപടികൾ, പരിഷ്കാരങ്ങൾ അതൊക്കെ വരുത്തുവാൻ പൂർണ്ണമായി ഭരണഘടനാപരമായി അധികാരമുള്ള, സ്വതന്ത്ര അധികാരമുള്ള, സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ ആകെയുള്ള സർവകലാശാലകളിൽ. അവിടെ അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ഇടപെടാൻ പാടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റും UGCയും കാലാകാലങ്ങളിലായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. കാരണം ഇത് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയല്ല, തലമുറകളെ ബാധിക്കുന്ന സ്ഥാപനങ്ങളായതുകൊണ്ട് ഭംഗിയായി നടന്നു പോകണം. കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന സർക്കാരിൻ്റെ ഇംഗിതം അനുസരിച്ചായിരിക്കരുത് സർവകലാശാലകൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഈ തരത്തിൽ അത്തരം അനുശാസനങ്ങൾ ഉള്ളത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ സർവകലാശാലകളിൽ കഠിനമായിട്ടുള്ള, വളരെ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കുറെ കാലങ്ങളായി നടക്കുന്നുണ്ട്. ഭരണസമിതിയായിട്ടുള്ള സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ആധിപത്യം പുലർത്തുന്ന ഒരു ദുഃഖകരമായ സാഹചര്യം കേരളത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസവുമായി ഒരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ സർവകലാശാലകളുടെ ഭരണസമിതിയിൽ അംഗങ്ങളാകുന്നത് എന്ന ഒരു ദുരവസ്ഥ കേരളത്തിന്റെ പ്രത്യേകതയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഇവിടെ വൈസ് ചാൻസലർമാർ ആരായിരിക്കണം, സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരായിരിക്കണം, സെനറ്റ് അംഗങ്ങൾ ആരായിരിക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്ന രീതിയിൽ ഈ ഭരണസമിതിയിലൊക്കെ വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ള ആളുകളെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കുക എന്ന കാര്യം കൂടി അവർ വളരെ ഗൗരവത്തോടു കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും ഗുണനിലവാരം പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉന്നത സ്ഥാനത്തേക്കുള്ള പല നിയമനങ്ങളും. വൈസ് ചാൻസലർ നിയമനത്തിലൊക്കെ UGC നിഷ്കർഷിച്ചിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട്. അത് കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണ്. അതായത് ഏതെങ്കിലും സർവകലാശാലയിൽ ഒഴിവുണ്ടായാൽ, വൈസ് ചാൻസലർ സ്ഥാനത്ത് ഒഴിവുണ്ടായാൽ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനായി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം. അതിൽ ചാൻസലറുടെ പ്രതിനിധി ഉണ്ടാകണം, UGCയുടെ പ്രതിനിധി ഉണ്ടാകണം, യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധി ഉണ്ടാകണം. എന്നാൽ ഇതൊക്കെ നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം കുറെ നാളായി ഇവിടെ നിൽക്കുകയാണ്. കാരണം ഗവർണറുമായി, അല്ലെങ്കിൽ ചാൻസലർ എന്ന രീതിയിൽ ഗവർണറുമായി ഒരു ആശയ പൊരുത്തത്തിന് പോകാൻ കഴിയാതെ ചില ആളുകളെ നിയമിക്കാൻ വേണ്ടി സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടപ്പോൾ ഗവർണറും കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിച്ചു. അതിന്റെ ഫലമായിട്ടാണ് കണ്ണൂർ സർവകലാശാലയിൽ
ഉണ്ടായ വൈസ് ചാൻസലർ നിയമനത്തെ സംബന്ധിച്ച നിരവധി കേസുകൾ. അവിടെ ഗോപിനാഥ് രവീന്ദ്രനെ നിയമനം നീട്ടിക്കൊടുത്തപ്പോൾ അത് ചട്ടവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വരെ പോയ കേസ് അദ്ദേഹത്തിന്റെ തുടർ നിയമനം അംഗീകാരം നഷ്ടപ്പെടുത്തി അദ്ദേഹത്തിന് മടങ്ങി പോകേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം തിരുവനന്തപുരത്തെ ഡിജിറ്റൽ സർവകലാശാലയിലും അതുപോലെ സാങ്കേതിക സർവകലാശാലയിലും ഒഴിവ് വന്ന വൈസ് ചാൻസലർ നിയമനം വളരെ ഗൗരവമായ നിയമയുദ്ധത്തിലേക്ക് തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ സിസ തോമസ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ ദീർഘകാലം പഠിപ്പിച്ച അധ്യാപികയായിരുന്ന കുറെ കാലം 6 മാസത്തോളം കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനം ചാൻസലർ നിയമിച്ചതിന് പേരിൽ വഹിച്ചതായിട്ട് ഡോക്ടർ സിസ തോമസിനെ കഴിഞ്ഞ ദിവസം ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പുതിയ വൈസ് ചാൻസലർ സ്ഥിരം വൈസ് ചാൻസലർ ആകുന്നതുവരെ ഗവർണർ ചാൻസലർ നേരിട്ട് നിയമിച്ചു. അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി കുസാറ്റിലെ ഒരു സീനിയർ അധ്യാപകനെ കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നിയമിച്ച് രണ്ടുപേരും ചുമതലയേൽക്കുകയുണ്ടായി. ഇത് സർക്കാരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിന്റെ മുഖ്യ കാരണമായി മാറിയിരിക്കുന്നു. കാരണം സർക്കാർ കൊടുത്ത പട്ടിക രണ്ടും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ചാൻസലർ ഈ നിയമനം നടത്തിയിരിക്കുന്നത്. ഈ രണ്ടുപേരും സർക്കാർ കൊടുത്ത പട്ടികയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഗവൺമെന്റിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഗൗരവമായിട്ടുള്ള ഒരു സംഘടന, ആശയപരമായ നിയമപരമായ സംഘടനത്തിന് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നു. ഗവർണറുടെ ഈ നിയമനം സർക്കാർ അംഗീകരിക്കുകയില്ല എന്ന് ഇതിനോടകം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ നിയമനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകാൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. അത് വീണ്ടും കടുത്ത പ്രതിസന്ധി ഈ സർവകലാശാലയുടെ ഭരണരംഗത്തുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർ ഒഴിവ് വന്നപ്പോൾ വീണ്ടും അവിടെ താൽക്കാലികമായി ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ മോഹൻ കുന്നുമേലിനെ തുടരാനായി ചാൻസലർ അനുവദിച്ചു. അതുപോലെ തന്നെ ചില നടപടികളുമൊക്കെ ഗവൺമെന്റ് ഒരു മൗനം പാലിച്ചാണ് അതിൻ്റെ മേൽ നിന്നത്. കാരണം ഈ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ആളിന് വീണ്ടും നിയമനം കൊടുക്കുകയും അദ്ദേഹത്തെ തന്നെ കേരള സർവകലാശാലയുടെ താൽക്കാലിക ചുമതല കൊടുക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായ അത് ഗവൺമെന്റ് താല്പര്യത്തിന് വിരുദ്ധമായിരുന്നെങ്കിലും ഗവൺമെന്റ് വലുതായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചില്ല. കാരണം ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും ഗവൺമെന്റ് കൊടുക്കുന്ന പട്ടികയിൽ നിന്ന് വൈസ് ചാൻസലർമാരെ നിയമിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് സർക്കാരിനുണ്ടായിരുന്നത്. അതുകൊണ്ട് സർക്കാരിന്റെ പട്ടിക പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് ഗവർണറുടെ ഇംഗിതമനുസരിച്ച് രണ്ടുപേരെ നിയമിച്ചപ്പോൾ അത് സർക്കാരിനേറ്റ ഒരു കടുത്ത പ്രഹരം എന്ന രീതിയിലാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ പ്രകോപിതമായിരിക്കുകയാണ്. മാത്രവുമല്ല, ഡോക്ടർ സിസ തോമസിന്റെ നിയമനത്തെ ആദ്യന്തം എതിർത്തതാണ് സർക്കാർ. അങ്ങനെ ഒരാളിനെ വീണ്ടും ഈ സ്ഥാനത്തേക്ക് നിയമിച്ചതിൽ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കി എന്നാണ് സർക്കാരിന്റെ പക്ഷം. ആ ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ പോലും 1 കോടിയിലധികം രൂപ കുടിശ്ശികയുള്ളവർക്ക് ഇതുവരെ നൽകിയിട്ടില്ല. അവരുടെ മേൽ ക്രിമിനൽ കുറ്റം, അവരെ ചില ഓഫീസ് രേഖകൾ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ക്രിമിനൽ കേസ് വരെ ചുമത്താനായിട്ട് സർക്കാർ വളരെ ഔത്സുക്യം കാണിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സ്ത്രീയോട് കാണിക്കുന്ന ഒരു വളരെ 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 ക്രൂരമായ നടപടിയായിട്ട് തന്നെ അത് വേണം കാണാൻ. അവർക്ക് ഇത്രയും ദീർഘകാലം അധ്യാപന പരിചയമുള്ള ഒരു വനിതയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു വൈസ് ചാൻസലറായി 6 മാസം സേവനം അനുഷ്ഠിച്ച ചാൻസലർ നിയമിച്ച അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ പോലും തടഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ്. അവരെ തന്നെയാണ് വീണ്ടും ഇപ്പോൾ ഈ പറയുന്ന ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ കൂടെ ഇപ്പോൾ ഒരു സംഘട്ടനത്തിലേക്ക് സർക്കാർ ചാൻസലർ പോരാട്ടം പുനരാരംഭിക്കുന്ന തലത്തിലേക്ക് പോകുന്നു. ഇതിന്റെ ഫലമായി ദുരിതങ്ങൾ അനുഭവിക്കുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ്. നിയമ പോരാട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. സുപ്രീം കോടതിയിൽ തന്നെ ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാർ ഇടപെടാൻ പാടില്ല എന്ന് അസന്നിഗ്ധമായി ഉന്നത നീതിപീഠം വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് ചാൻസലർ ഇപ്പോൾ ഈ നിയമനം നടത്തിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. എന്നാൽ കേരള സാങ്കേതിക സർവകലാശാലയ്ക്ക് മാത്രമായിട്ടുള്ള നിയമം അനുസരിച്ച് സർക്കാരിന്റെ ഇവിടെ സമ്മതത്തോടുകൂടി പരിഗണനയോടുകൂടി സർക്കാർ കൊടുക്കുന്ന പട്ടികയിൽ നിന്ന് വേണം നിയമിക്കണം എന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ആ നിയമം അനുസരിച്ച്
അങ്ങനെ പ്രാദേശികമായ നിയമം, സംസ്ഥാനം ഉണ്ടാക്കിയ നിയമവും സുപ്രീം കോടതി വിധിയും തമ്മിലുള്ള ചില പൊരുത്തക്കേടുകളൊക്കെയാണ് ഈ സ്ഥിതിവിശേഷത്തിന് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വീണ്ടും ഉരുണ്ടുകൂടുന്ന ഈ മേഘങ്ങൾ, കാർമേഘങ്ങൾ എത്രയും വേഗം പെയ്തു തീർക്കാനുള്ള ആത്മാർത്ഥമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തും ചാൻസലറുടെ ഭാഗത്തും ഉണ്ടായി ഒരു വിട്ടുവീഴ്ചയോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ കലുഷിതമാകും. വിദ്യാർത്ഥികളുടെ ഭാവി വളരെ അന്ധകാരത്തിലാകും. രക്ഷിതാക്കളും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന രീതിയിൽ ഈ പോരാട്ടം സർക്കാർ തലത്തിലും ഗവർണർ തലത്തിലുമുള്ള പോരാട്ടം എത്രയും വേഗം അവസാനിപ്പിച്ചിട്ട് സർവകലാശാലകളുടെ പ്രവർത്തനം സുഗമമാക്കണം എന്നാണ് കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്.